വൈപ്പിൻ ബ്ലോക്കിലെ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്ഷീരസംഗമവും ക്ഷീരഗ്രാമം പരിപാടിയും സംഘടിപ്പിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് എന്നും നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു. വിവിധങ്ങളായ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ നമ്മൾ ഡിഒമാരോട് പറയും. ഏറ്റവും കർഷകരെ സഹായിക്കാൻ തരത്തിൽ എന്തെല്ലാം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും അത് പദ്ധതിയിലേക്ക് വെക്കുക. തീർച്ചയായിട്ടും അത് നന്നായിട്ട് വരികയാണെങ്കിൽ അതിന് പൈസ വെച്ച് നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ഭരണസമിതികളായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ മാസത്തോടെ നമ്മുടെ ഭരണസമിതി കഴിയും. എന്നാലും ഇതൊരു തുടർ പ്രക്രിയയായതുകൊണ്ട് തീർച്ചയായിട്ടും പ്രസിഡന്റ് പറഞ്ഞ പോലെ ആശുപത്രികൾ കർഷകർക്ക് ഉതകുന്ന രീതിയിലുള്ള ഡോക്ടറാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ കർഷകരെ ആവശ്യപ്പെട്ട പ്രകാരം ഇൻഷുറൻസ് നൈറ്റ് ഡോക്ടറിനെ വരെ വെക്കണം എന്നുള്ള ഒരു ആശയമൊക്കെ വെച്ചിട്ടാണ് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുപാട് അഭ്യർത്ഥനകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും തലവട്ട് വരെ പോയിട്ടുണ്ട്. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് തലത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ക്ഷീരസംഘങ്ങളിൽ അളന്ന കർഷകരെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എ സാജിത്ത് പൊന്നാടയും പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിലെ മികച്ച ക്ഷീര കർഷകരെ പള്ളിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ബി ഷൈനി തുടങ്ങിയവർ ആദരിച്ചു. വിവിധ സംഘങ്ങളിൽ കൂടുതൽ പാൽ അളന്ന കർഷകരെ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുബോധ ഷാജി ആദരിച്ചു. ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പാർവതി കൃഷ്ണപ്രസാദ്, വൈപ്പിൻ വികസന ഓഫീസർ ജെയിംസ് ജോസഫ്, ജില്ലാ പാൽ ഗുണനിലവാര നിയന്ത്രണ ഓഫീസർ പ്രിയ ജോസഫ്, പറവൂർ ക്ഷീരവികസന ഓഫീസർ രതീഷ് ബാബു, വൈപ്പിൻ ഡയറി ഫാം ഇൻസ്ട്രക്ടർ വിമക്സൻ, പള്ളിപ്പുറം ക്ഷീരസംഘം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, ഇടപ്പള്ളി ക്ഷീരവികസന ഓഫീസർ ബിന്ദുജ, മുളന്തുരുത്തി ഡയറി ഫാം ഇൻസ്ട്രക്ടർ മേരി ജാസ്മിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.